കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും ജീവനാഡിയാണ് നമ്മുടെ തീരപ്രദേശം. തലമുറകളായി കടൽ തീരങ്ങളിൽ താമസിക്കുന്ന പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതും ഭവന നിർമ്മാണത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നതും. തീരദേശ പരിപാലന നിയമങ്ങളും റവന്യൂ ചട്ടങ്ങളും കർശനമായതോടെ തങ്ങളുടെ കുടിലുകൾ ഒന്ന് പുതുക്കി പണിയാൻ പോലും സാധിക്കാതെ വരുന്നു എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. ഈ വിഷയമാണ് ഇന്ന് പ്രഭാതപേരി പരിശോധിക്കുന്നത്. 7 വർഷമായി ഞാൻ പട്ടയത്തിന് വേണ്ടി സർക്കാരിൽ അപേക്ഷിച്ചിട്ട്. തിരുവനന്തപുരം കണ്ണാന്തുറയിലുള്ള മത്സ്യത്തൊഴിലാളിയാണ് റോബർട്ട്. സർവേക്ക് ആള് വന്നു, സ്കെച്ച് ഉണ്ടാക്കി, അവസാനം ഞങ്ങൾക്ക് പട്ടയം തരാം എന്നൊക്കെ വരെ എത്തി. ഈ നിമിഷം വരെ എനിക്ക് ആ പട്ടയം ലഭിച്ചിട്ടില്ല. CRSന്റെ പരിധിയിൽ വരുന്നതല്ലായിരുന്നിട്ട് പോലും പട്ടയം ലഭിക്കാനായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. വർഷങ്ങളോളം അമ്മയും അച്ഛനൊക്കെ പൂർവികർ താമസിച്ചു വരുന്ന സ്ഥലമാണ്. വെട്ടുകാട് സ്വദേശിയായ ശുഭ ക്ലീറ്റസ്. ഇപ്പൊ ഞാനും എന്റെ മക്കളും എന്റെ ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ ഈ പട്ടയത്തിന് വേണ്ടി കുറെ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, പക്ഷെ നമുക്ക് അതൊന്നും ലഭിച്ചില്ല. മക്കളുടെ പഠിത്തത്തിനായാലും എന്തിനായാലും പ്രമാണമുണ്ടോ, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടി കടങ്ങളൊക്കെ എടുത്താണ് കൊച്ചിനെ നമ്മൾ പഠിപ്പിച്ചത്. ഈ രേഖയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ശംഖുമുഖം മുൻ വാർഡ് മെമ്പർ സെറാഫിൻ ഫ്രെഡി. ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള അംഗമാണ്. പട്ടയമില്ലാതെ ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെടുന്നുണ്ട്. ഇവർക്ക് ഓരോ TCകൾ ഉണ്ടെങ്കിലും ആ TCയുമായി നമുക്ക് കരം അടയ്ക്കാൻ പോകാൻ സാധിക്കാത്ത അന്തരീക്ഷം. പട്ടയത്തിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉടനെ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഈ 2 വർഷത്തിലധികമായിട്ടും ഒരുപടി മുന്നോട്ട് പോകാനുള്ള ആ അന്തരീക്ഷം കാണുന്നില്ല. ഒരു ലോൺ എടുക്കാനോ ഒരു വീട് നല്ല രീതിയിൽ വെക്കാനോ ഒന്നും പറ്റാത്ത അന്തരീക്ഷമാണ്. പൂർവികര് താമസിക്കുന്ന പൊതുപ്രവർത്തകനായ വെട്ടുകാട് ജോർജ്. ഈ പണ്ടാരം വസ്തു എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഏരിയയിൽ രാജാവ് പതിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത ഒരു വസ്തുക്കളുടെ കൂട്ടത്തിലുള്ളതാണ്. പണ്ട് ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ പൂർവികര് ഈ പ്രമാണങ്ങൾ എവിടെ കൊണ്ട് വെച്ച് അത് നശിച്ചുപോയി അവരുടെ കൈവിട്ട്. 2-3 തലമുറകളായി താമസിച്ചു വരികയാണ്. പക്ഷെ അവർക്ക് വില്ലേജ് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ആരുടെ പേരിലോ വസ്തുക്കൾ കിടക്കുക, ഇവരുടെ പേരിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്കും അറിയാൻ പറ്റില്ല, ഇവർക്ക് ഏതൊരു രേഖയില്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറും പുനർഗേഹം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ അനിൽകുമാർ. തീരപ്രദേശത്ത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും നിരന്തരമുള്ള കടൽക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികള് പ്രോപ്പർട്ടിയും അവരുടെ ജീവനും ഒക്കെ എന്നും നഷ്ടം സംഭവിക്കുകയും അത് വരുന്ന സർക്കാരുകൾക്ക് തന്നെയും വലിയൊരു ലയബിലിറ്റി ആയിട്ട് പുനരധിവസിപ്പിക്കുക, അവരെ താൽക്കാലികമായിട്ട് ഷെൽട്ടറുകളിൽ കൊണ്ടുപോവുക, അവരുടെ കടൽ ഭിത്തി നിർമ്മിക്കുക, ഇതെല്ലാം നിരന്തരം വലിയൊരു ലയബിലിറ്റി റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെ 200 മീറ്ററിന് പുറത്ത് ഉള്ള സേഫർ ഏരിയയിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പുനർഗേഹം പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പുനർഗേഹം പദ്ധതിയിൽ 2018 നടത്തിയ ഒരു 50 മീറ്റർ വേലിയേറ്റ പരിധിയിലുള്ള താമസിക്കുന്ന കുടുംബങ്ങളുടെ ഒരു എണ്ണം നമ്മളൊരു സർവേ നടത്തി കണക്കാക്കിയിരുന്നു. അത് 19,000 കുടുംബങ്ങളായിരുന്നു. 19,000 എന്നുള്ളത് പിന്നെ അതിന് സർവേക്ക് ശേഷം പിന്നെ അപ്പീൽ അപേക്ഷകൾ വന്നു. അത് നിലവില് 22,400 ആണ്. നമുക്കൊരു 9,115 കുടുംബങ്ങളാണ്. ഇത് നമ്മൾ ഒരു നിർബന്ധമായിട്ട് നടത്തുന്ന ഒരു റീഹാബിലിറ്റേഷൻ അല്ല. 50 മീറ്റർ പരിധിയിലുള്ള വീടും സ്ഥലവും ഉപേക്ഷിച്ച് അവര് സേഫർ ഏരിയയിലോട്ട് വരാൻ സ്വമേധയാ വില്ലിങ് ആവുന്നവരെയാണ് നമ്മൾ പുനരധിവസിപ്പിക്കുന്നത്. വീടും വസ്തുവും വാങ്ങുന്നതിനായിട്ട് 10 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ വരെ വസ്തുവിനും 4 ലക്ഷം രൂപ വീടിനും. ഈ 6 ലക്ഷം രൂപയിൽ കുറവാണ് വസ്തുവിനാകുന്നതെങ്കിൽ ആ എമൗണ്ടും കൂടി നമ്മൾ വീട് വെക്കുന്നതിന് നൽകുന്നതാണ്. അങ്ങനെ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വീടും ലാൻഡും നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ വരുന്നത്. നഷ്ടപ്പെടുത്താൻ മീൻസ് ആദ്യം നമ്മൾ ലാൻഡ് റിലിംഗ്വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ റിലിംഗ്വിഷ് ചെയ്യുന്നില്ല. അവർക്ക് മറ്റ് കൃഷി പോലുള്ള പല ആവശ്യങ്ങൾക്കും അവരുടെ പഴയ ഭൂമി ഉപയോഗിക്കാം. എന്നാൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് അനുവദിക്കുന്നതല്ല. ഇപ്പൊ തന്നെ 5,600ഓളം പേര് നമ്മൾ പുനരധിവാസം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3,760 പേര് ആൾറെഡി വീടും ഫ്ളാറ്റുമായിട്ട് പുനരധിവസിപ്പിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവർ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഭവന സമുച്ചയങ്ങളായിട്ട് നിർമ്മിച്ച് 140 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. 3,000ഓളം ഇൻഡിവിജ്വൽ വ്യക്തിഗത ഭവനങ്ങളും
നിർമ്മിച്ച് അതിൽ പുനരധിവാസം ഉറപ്പാക്കി കഴിഞ്ഞു. ശേഷിക്കുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ അവർ വരുന്ന അനുസരിച്ചാണ് പുനരധിവാസം നടപ്പാക്കി വരുന്നത്. CMDRF-ഉം പ്ലാൻ ഫണ്ടും ഒരുമിച്ച് ചേർത്താണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 2450 കോടിയുടെ പദ്ധതിയാണ്. ഇപ്പോൾ ഒരു 500 കോടിയോളം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കേരള തീരദേശ പരിപാലന അതോറിറ്റി മുൻ അഡീഷണൽ സെക്രട്ടറി PC സാബു. CRZ-ന്റെ നിർമ്മാണ അനുമതി ലഭിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് CRZ-2-ഉം CRZ-3-യുമാണ്. അതിൽ CRZ-2 എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുന്ന പ്രദേശങ്ങളും CRZ-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളുമാണ്. എന്നാൽ 2019 വന്ന പുതിയ തീരദേശ പരിപാലന നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ 66 ഗ്രാമപഞ്ചായത്തുകൾ കൂടി CRZ-2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ CRZ-2-ൽ വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഹൈ ടൈഡിൽ ലൈനിൽ നിന്നും എവിടെയാണോ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കാൻ പോകുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇടയിൽ ഒരു റോഡോ ഒരു ഓതറൈസ്ഡ് ബിൽഡിങ്ങോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പെർമിഷൻ കിട്ടുന്നതാണ്. ഇപ്പൊ ശംഖുമുഖം തീരം എടുക്കുന്നു. ശംഖുമുഖം തീരത്തിനടുത്ത് ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിന്റെ ലാൻഡ്വേർഡ് സൈഡിലേക്ക് പെർമിഷൻ കിട്ടും. അവിടെ ഡിസ്റ്റൻസ് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ ഈ തീരത്ത് നിന്നും 500 മീറ്റർ വരെ തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനം അനുവദനീയമായുള്ളൂ. ഇനി CRZ-3 എടുത്തു കഴിഞ്ഞാൽ അവിടെ 50 മീറ്റർ 200 മീറ്റർ എന്ന് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നോ ഡെവലപ്മെന്റ് സോൺ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. CRZ-3-ൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളെ CRZ-3A എന്ന കാറ്റഗറിയും CRZ-3B എന്ന കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CRZ-3A കാറ്റഗറിയിൽ നോ ഡെവലപ്മെന്റ് സോൺ 50 മീറ്ററായും CRZ-B-യിൽ നോ ഡെവലപ്മെന്റ് സോൺ 200 മീറ്ററായും നിശ്ചയിച്ചിട്ടുണ്ട്. നോ ഡെവലപ്മെന്റ് സോൺ എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എന്നാൽ 2019 നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നോ ഡെവലപ്മെന്റ് സോണിലാണെങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഡ്വെല്ലിംഗ് യൂണിറ്റ് വരുന്നതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമതി ലഭിക്കുന്നതാണ്. അത് NDZ-ലാണെങ്കിൽ കൂടി അനുമതി ലഭിക്കും. അപ്പോൾ 3A പഞ്ചായത്താണെങ്കിൽ 50 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോണും 3B പഞ്ചായത്തുകളാണെങ്കിൽ 200 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോൺ ആണ്. എന്നിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ ഡ്വെല്ലിംഗ് യൂണിറ്റുകൾക്ക് ഫിഷറീസ് വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പഞ്ചായത്തിനുണ്ടായിരിക്കണം. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലുള്ള ഒരു ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ അനുമതി നോ ഡെവലപ്മെന്റ് സോണിൽ കൂടി അനുവദനീയമാണ്. അനുവദനീയമല്ലാത്ത മേഖലകൾ എന്ന് പറഞ്ഞാൽ 1A 1B എന്ന് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള തീരദേശ പരിപാലന പ്ലാനിൽ മാർക്ക് ചെയ്തിട്ടുള്ള മേഖലകളിലാണ്. 1A എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ വരുന്ന സ്ഥലങ്ങൾ, 1B എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതല്ല. 3229 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാസഗൃഹങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ അനുമതി കൊടുക്കാവുന്നതാണ്. 300 മീറ്റർ സ്ക്വയറിന് മുകളിലുള്ള വാസഗൃഹങ്ങളുടെയും കൊമേഴ്സിലാവട്ടെ, റോഡാവട്ടെ, അംഗൻവാടി ആവട്ടെ, സ്കൂളാവട്ടെ, ഇതെല്ലാം തന്നെ തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്നുമാണ് അനുമതി നൽകുന്നത്. തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടർ ഭൂപരിഷ്കരണം അനി BP. കടൽ പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ റീസർവേ ചെയ്യാത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പതിവ് ഭൂമിയിൽ പെടാത്ത ഭൂമിയാണ്. കടലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ഈ പട്ടയം കിട്ടാനായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമാനുസരണം പട്ടയം കിട്ടുന്നതിന് തടസ്സമില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് കടൽ പുറമ്പോക്കിനും സർക്കാർ ഉത്തരവിന് വിധേയമായി പട്ടയം അനുവദിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കൈവശക്കാർക്ക് കടൽ പുറമ്പോക്ക് താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട തഹസിൽദാർ മുഖാന്തരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം ലഭിക്കുന്ന അപേക്ഷകളിൽ വേലിയേറ്റ തീരത്ത് നിന്നും 30.4 മീറ്റർ കഴിഞ്ഞു വരുന്ന ഭൂമി, അങ്ങനെ ഒരു ക്ലാസ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകന് മറ്റെങ്ങും ഭൂമിയില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭൂരഹിതനായിരിക്കണം, കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിന് താഴെയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സർക്കാർ ഉത്തരവിന് വിധേയമായി ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്ന നടപടികളാണ് നമ്മുടെ റവന്യൂ വകുപ്പ് വഴി സ്വീകരിച്ചു വരുന്നത്. കൂടാതെ CRZ മേഖലയിൽ ഉൾപ്പെട്ടു വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിന് പ്രസ്തുത മേഖലയിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്നതിനുള്ള ഒരു അനുവാദം ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കടൽ പുറമ്പോക്കാണെങ്കിലാണ് സർക്കാർ അനുവാദം വേണ്ടത്. സർക്കാരിന്റെ പുറമ്പോക്കാണെങ്കിൽ നമുക്കിവിടെ കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാർക്കോ ഇത് കൊടുക്കാൻ പറ്റും. ഈ കടൽ പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ കടലിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന പുറമ്പോക്കിന് സർവേ നമ്പർ കാണത്തില്ല. അങ്ങനെയുള്ള ഭൂമിക്കാണ് ഇവരുടെ കൈവശ ഭൂമി അളക്കണം, അതിന്റെ പ്ലാൻ തയ്യാറാക്കണം, ഇവർക്ക് മറ്റെവിടെയെങ്കിലും ഭൂമി ഉണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരെ സത്യവാങ്മൂലം വാങ്ങിക്കണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഇവരെ പരിശോധന നടത്തിയിട്ട് അർഹരാണെങ്കിൽ കൊടുക്കുന്നതിന് തടസ്സമില്ല. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതെങ്ങനെ അവർക്ക് അവരുടെ പട്ടയം കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അത് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കും. ഇക്കാര്യത്തിലും അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. പഴയകാല ജന്മം ആരുടെ പേരിലാണോ, അപ്പൊ അവരിൽ നിന്ന് ഇത്ര കൈമാറ്റം ചെയ്തു വന്നിട്ടാണ് ഇവര് താമസിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് പട്ടയം നൽകുന്നതിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല നിലവിലുള്ള ചില നിയമങ്ങളും അതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പട്ടയം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉളവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാനുള്ള വളരെ പോസിറ്റീവായുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ജനങ്ങൾക്ക് അവരുടെ പട്ടയം ലഭിക്കുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ്. പുതിയ തീരദേശ പരിപാലന പ്ലാൻ നിലവിൽ വരുന്നതോടെ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീരദേശം സംരക്ഷിക്കപ്പെടേണ്ടത് പരിസ്ഥിതിയുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൂടി ആവശ്യമാണ്. വികസനവും പ്രകൃതി സംരക്ഷണവും കൈകോർക്കുമ്പോൾ തീരത്തിന്റെ മക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ജനിച്ചു വളർന്ന മണ്ണ് സ്വന്തമാണെന്ന സ്വപ്നത്തിലേക്ക് ഇനിയും ഇവർ എത്ര കടൽ ദൂരം തുഴഞ്ഞെടുക്കണം.